Hi students, we are discussing treatment of adjustment items in final account. Final accounts ൽ നമ്മൾ adjustment items എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നതാണ് ഇവിടെ പഠിക്കുന്നത്. So നമ്മൾ closing stock, outstanding expense, prepaid expense, outstanding income, income received in advance, depreciation, interest on capital, interest on drawings. ഇത്രയും items നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വരുന്നത് ബാഡ് ഡെപ്റ്റ്. ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ കിട്ടാക്കടം എന്ന് പറയും. സോ ഇത് നമ്മുടെ ഡെപ്റ്റേഴ്സിൽ വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ്. നമ്മുടെ കസ്റ്റമേഴ്സ് നമുക്ക് തരാൻ ഉള്ള പൈസയാണ് ഈ ബാഡ് ഡെപ്റ്റിൽ വരുന്നത്. സോ നമ്മളത് റൈറ്റ് ഓഫ് ചെയ്യുക, അതായത് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടില്ല, അതായത് ഡെപ്റ്റേഴ്സിന് നമുക്ക് ലഭിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു എമൗണ്ട് ആണ് നമ്മൾ ഈ പറയുന്ന ബാഡ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാണ് ചെയ്യുക ബാഡ് ഡെപ്റ്റ്. അപ്പോൾ അതെങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യുക? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അഡ്ജസ്റ്റ്മെന്റിൽ നമുക്ക് ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആഡ് ടു ബാഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതുക. ആൾറെഡി ബാഡ് ഡെപ്റ്റ് ഉണ്ടാവും, സോ അതിന്റെ കൂടെ ആഡ് ചെയ്ത് എഴുതുക. ഇനി ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സിന്, സൺട്രി ഡെപ്റ്റേഴ്സിന് മൈനസ് ചെയ്യണം. കാരണം ഡെപ്റ്റേഴ്സിൽ വന്നിട്ടുള്ള ഒരു എമൗണ്ട് ആണിത്, അത് നമുക്ക് കിട്ടാത്തൊരു എമൗണ്ടാണ്. അപ്പം നമ്മളത് ഉണ്ടെന്ന് വിചാരിച്ചിരിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിലെ ഫിനാൻഷ്യൽ പൊസിഷൻ തെറ്റായി മാറും. അതായത് നമുക്ക് കിട്ടാത്തൊരു പൈസ നമ്മൾ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. സോ അപ്പോൾ അസറ്റിന് കുറയും. അപ്പം അതുകൊണ്ട് അതെന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. നമുക്ക് ബാഡ് അസറ്റ്, അതായത് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു അസറ്റാണ്, നമുക്ക് അല്ലേ കിട്ടാനുള്ള ഒരു പൈസയാണ്. പക്ഷെ അത് കിട്ടില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അതെന്ത് ചെയ്യുക? നമ്മൾ ഡെപ്റ്റേഴ്സിന് മൈനസ് ചെയ്യണം. സോ രണ്ട് ട്രീറ്റ്മെന്റ് ആണ് അഡ്ജസ്റ്റ്മെന്റിൽ വരുമ്പോൾ. ഫസ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ഓൾറെഡി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ആഡ് ചെയ്യുക. ദെൻ പിന്നെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിന് മൈനസ് ചെയ്യുക. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിലല്ല, ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഡിഡക്റ്റ് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ്. സോ നമുക്ക് തന്നിട്ടുള്ളത് നിങ്ങൾ ഈ റൊട്ടേഷൻ ലോക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും റൊട്ടേഷൻ വരുമ്പോൾ പ്രശ്നമായി. അപ്പോൾ ബാഡ് ഡെപ്റ്റ് നമ്മൾ ട്രയൽ ബാലൻസിൽ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രം കാണിച്ചാൽ മതി. അഡ്ജസ്റ്റ്മെന്റിൽ തരുമ്പോൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് കാണിക്കണം, ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിന് മൈനസ് ചെയ്യും വേണം. ഇനി ട്രയൽ ബാലൻസിനകത്താണ് തന്നിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മാത്രം മതി. അടുത്ത പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റിന്റെ പ്രൊവിഷൻ. അപ്പം നമ്മളൊരു പ്രൊവിഷൻ മാറ്റി വെക്കുക എന്ന് വിചാരിക്കുക. അതായത് നമുക്ക് വരാൻ പോകുന്ന ഒരു എക്സ്പെൻസിന് വേണ്ടി നമ്മളൊരു എമൗണ്ട് പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇതിലെ തിയറി നമ്മൾ പറഞ്ഞു തരും. ഫസ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത് പഠിക്കാം. തിയറി എന്താണെന്ന് ഞാൻ അതിന്റെ മീനിങ് പറഞ്ഞുതരാം, നോട്ട് തരും. സോ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഡെബിറ്റഡ് ഇൻ ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആസ് എ സെപ്പറേറ്റ് ഐറ്റം. അപ്പോൾ നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു എമൗണ്ട് നമ്മൾ ബാഡ് ഡെപ്റ്റിൽ എഴുതും. സോറി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും. പിന്നെ എന്താ ചെയ്യുക? അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഡിഡക്റ്റ് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. മനസ്സിലായോ? അപ്പോൾ അതിന്റെ തിയറി പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എന്ന് ക്വസ്റ്റ്യനിൽ തന്നു കഴിഞ്ഞാൽ, അഡ്ജസ്റ്റ്മെന്റിൽ തന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിന് കുറയ്ക്കുക. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എങ്ങനെ തന്നിട്ടുള്ളത്? ട്രയൽ ബാലൻസിൽ മാത്രമേ തന്നിട്ടുള്ളൂ വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഡിഡക്റ്റ് ഫ്രം സൺട്രി ഡെപ്റ്റേഴ്സ്, സൺട്രി ഡെപ്റ്റേഴ്സിന് കുറയ്ക്കുക, അത്ര മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് തിയറി പറഞ്ഞുതരാം. ഓരോ ഐറ്റം എന്താണെന്നുള്ളത് തിയറി ഉണ്ടായിരിക്കും. അത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സിന് ഇപ്പോൾ തിയറി ചോദിക്കുകയാണെങ്കിൽ അത് പഠിക്കാൻ വേണ്ടിയിട്ട് അത് ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക, പിന്നെ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിന് മൈനസ് ചെയ്യുക. ഇനി നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ട്രയൽ ബാലൻസിലാണ് തന്നു വെച്ചാൽ എന്ത് ചെയ്യാം? സൺട്രി ഡെപ്റ്റേഴ്സിന് മൈനസ് ചെയ്യുക, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. നമ്മൾ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് ആണ് നമ്മുടെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ.
സോ അവർ നമുക്ക് പൈസ തരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അതായത് ഒരു ശതമാനം കുറച്ചിട്ട് ബാക്കി പൈസ തന്നാൽ മതി. ഇപ്പോൾ പേയ്മെന്റ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില ഓഫറുകളാണ്. അപ്പോൾ ഒരു 10,000 രൂപ തരാനുണ്ടെങ്കിൽ ഒരു 1000 രൂപ കുറച്ച് അല്ലേ അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് നമ്മൾ ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും അധികം വരിക. ആ പെർസെൻറ്റേജ് കുറച്ച് കൊടുക്കും. സോ അങ്ങനെ എമൗണ്ട് കുറയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് പ്രോംപ്റ്റ് പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കണം. പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിന് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുള്ളത് എങ്കിൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് നമ്മളൊരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കുക. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് ഡെപ്റ്റേഴ്സിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ ഡെപ്റ്റേഴ്സിന്ന് കുറേ കാര്യങ്ങൾ മൈനസ് ചെയ്യാണ്ട് ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ് അല്ലെ, ഇതൊക്കെ മൈനസ് ചെയ്യണം. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതുക. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സിന്ന് മൈനസ് ചെയ്യണം. അടുത്തതോ അഡ്ജസ്റ്റ്മെന്റിൽ അല്ല തന്നിട്ടുള്ളത്. എവിടെ തന്നിട്ടുള്ളത്? ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ, പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ്. ഇതേപോലെ നമ്മൾ ഡെപ്റ്റേഴ്സിന് ഡിസ്കൗണ്ട് കൊടുത്തു, അതേപോലെ ക്രെഡിറ്റേഴ്സ് നമുക്ക് ഡിസ്കൗണ്ട് തരും. സോ ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ വേണം, നമ്മളുടെ പൈസ അവർക്ക് കിട്ടണം. കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഓഫർ നമുക്ക് തരികയാണ്. അപ്പോൾ ഡിസ്കൗണ്ട് നമുക്ക് അവർ തരും. മെയിനായിട്ട് നമ്മൾ സപ്ലയേഴ്സ് ആയിട്ട് ഡീൽ ചെയ്യുന്നതാണ് ഈ ക്രെഡിറ്റേഴ്സ് വരാൻ സാധ്യത. റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പോഴാണ് ഈ ക്രെഡിറ്റേഴ്സുമായിട്ടുള്ള ക്രെഡിറ്റേഴ്സ് വരുന്നത്. സോ നമുക്ക് ക്രെഡിറ്റേഴ്സ് ഡിസ്കൗണ്ട് തരികയാണെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം. നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് ഏത് കാണിക്കുക? ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് നമുക്കൊരു ഇൻകം ആണത്. അതുകൊണ്ടാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്നത്. നമുക്കൊരു ഇളവ് കിട്ടി, ഒരു ഡിസ്കൗണ്ട് കിട്ടി. സോ അതൊരു ഇൻകം ആയിട്ട് കണക്കാക്കാം. പിന്നെ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിന്ന് കുറയ്ക്കണം. കാരണം നമുക്ക് കൊടുക്കാനുള്ള എമൗണ്ട് കുറഞ്ഞു കിട്ടി. സോ അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സിന്ന് കുറയ്ക്കും. പക്ഷെ അത് ഡെപ്റ്റേഴ്സിന്ന് മൈനസ് ചെയ്യുന്ന പോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിന്ന് മൈനസ് ചെയ്യാം. ഇത് ഏത് സിറ്റുവേഷനാണ്? നമുക്ക് ബാലൻസ് ഷീറ്റിൽ അല്ല, ട്രയൽ ബാലൻസിനല്ല, അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നിട്ടുള്ളതെങ്കിൽ. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിസ്കൗണ്ട് ഓൺ ക്രെഡിറ്റേഴ്സ് അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് എഴുതുക. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ സണ്ടർ ക്രെഡിറ്റേഴ്സിന് മൈനസ് ചെയ്യും. പിന്നെ ചെയ്യുന്നത്, നമുക്ക് ട്രയൽ ബാലൻസിനകത്താണ് തന്നിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് മാത്രം കാണിച്ചാൽ മതി. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് മാനേജേഴ്സ് കമ്മീഷൻ. മാനേജേഴ്സ് കമ്മീഷൻ ചെയ്യേണ്ടത് എന്താണ്? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കമ്മീഷൻ, മാനേജേഴ്സിന് കമ്മീഷൻ കൊടുക്കുക എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കുക. ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കും. ലയബിലിറ്റി ആണത് മാനേജേഴ്സ് കമ്മീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ആയിട്ട് നമ്മൾ കാണിക്കുക, അഡ്ജസ്റ്റ്മെന്റിൽ തന്നിട്ടുണ്ടെങ്കിൽ. അതേപോലെ ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യണം? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഓൺലി. ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡ് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, അടുത്തത് അപ്പോൾ ഇതാണ് മാനേജേഴ്സ് കമ്മീഷൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് മാത്രം കാണിക്കുക സെപ്പറേറ്റ് ഐറ്റം ആയിട്ട്. ദെൻ ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം. സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുക. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ അല്ല തന്നിട്ടുള്ളത്, എവിടെയാണ് തന്നിട്ടുള്ളത്? നമുക്ക് ട്രയൽ ബാലൻസിലാണ് തന്നിട്ടുള്ളത് എങ്കിൽ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിൽ മാത്രം കാണിച്ചാൽ മതി, സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിച്ചാൽ മതി. അടുത്തത് അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് ചെയ്യേണ്ടത് നമ്മൾ ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട് ഷോൺ ആസ് എ സെപ്പറേറ്റ് ഐറ്റം. ഒരു സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് നമ്മൾ എവിടെ കാണിക്കണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ സെപ്പറേറ്റ് ഐറ്റം ആയിട്ടാണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്? ഈ അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ലോസ് ആണ് എന്ത്?
abnormal loss. Okay, so it should be shown on the credit side of trading account. അതായത് നമുക്ക് ഫയർ, തെഫ്റ്റ് അങ്ങനെ അബ്നോർമലി വരുന്ന ലോസ് ആണ് അബ്നോർമൽ ലോസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് കാണിക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡ് ആണ് ഈ അബ്നോർമൽ ലോസ് കാണിക്കേണ്ടത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മളിത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലും കൂടി നമ്മളിത് കാണിക്കും. ഡെബിറ്റ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വിത്ത് ദി അൺകവേർഡ് ലോസ് ആയിട്ട് നമുക്ക് കാണിക്കും. അതായത് അൺകവേർഡ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഈ ലോസ് വരുന്ന സമയത്ത് നമുക്ക് അബ്നോർമൽ ലോസ് വരുമ്പോൾ ഇൻഷുറൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻഷുറൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ പൈസ ഇൻഷുറൻസ് കമ്പനി തരും. അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനി തരുന്നതും നമുക്ക് ആക്ച്വലി വന്നിട്ടുള്ള ലോസും തമ്മിലെ ഡിഫറൻസ് ആണ് നമ്മൾ എവിടെ എഴുതാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതാം, ഡെബിറ്റ് സൈഡ്. പിന്നെ നമ്മൾ എമൗണ്ട് കാണിക്കുന്നത് ഇൻഷുറൻസ് കമ്പനി തരുന്ന എമൗണ്ട്, ഇൻഷുറൻസ് ക്ലെയിം, ദാറ്റ് വിൽ ബി ഷോൺ ഓൺ ദ അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡ് ഇൻഷുറൻസ് ക്ലെയിം നമ്മൾ എഴുതുന്നുണ്ട്. മനസ്സിലായോ? കറണ്ട് അസറ്റിൽ ഇൻഷുറൻസ് ക്ലെയിം എന്ന് പറഞ്ഞിട്ട് എഴുതും. ഓക്കെ, അപ്പോൾ അബ്നോർമൽ ലോസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡ് നമ്മൾ അബ്നോർമൽ ലോസ് സെപ്പറേറ്റ് ഐറ്റം ആയിട്ട് കാണിക്കും. ഓക്കെ, എത്ര എമൗണ്ടാണ് ലോസ് വന്നുവെച്ചാൽ ആ എമൗണ്ട്. പിന്നെന്താ ചെയ്യുക? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അൺകവേർഡ് ലോസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ആ ഡിഫറൻസ് അവിടെ എഴുതും. നമുക്ക് എത്രയാണോ നഷ്ടം വന്നത്, എത്രയാണ് ഇൻഷുറൻസ് കമ്പനി തന്നത്, അതിന്റെ ഡിഫറൻസ് ലോസ് വന്നിട്ടുണ്ടെങ്കിൽ ആ ലോസ് അവിടെ എഴുതാം. പിന്നെ ഇൻഷുറൻസ് കമ്പനി തരുന്ന എമൗണ്ട് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡ് എഴുതാം. ഇനി നമുക്കിത് അബ്നോർമൽ ലോസ് തന്നിട്ടുള്ളത് ട്രയൽ ബാലൻസിന്റെ ഉള്ളിലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓൺലി. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് മാത്രം കാണിച്ചാൽ മതി അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ലാസ്റ്റ് ഐറ്റം ഡ്രോയിങ് ഓഫ് ഗുഡ്സ് ബൈ ദ പ്രൊപ്പറൈറ്റർ. പ്രൊപ്പറൈറ്ററുടെ ആവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ വിഡ്രോ ചെയ്യാം. അതായത് എന്തല്ല, ക്യാഷ് അല്ല വിഡ്രോ ചെയ്യുന്നത്, ഗുഡ്സ് ആണ് വിഡ്രോ ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ എന്താ ചെയ്യുക? ഡെബിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതണം. ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസസ് കുറച്ച് എഴുതാം ട്രേഡിംഗ് അക്കൗണ്ടിൽ. പിന്നെ എന്താണ്? ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. അതേപോലെ ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യും. അപ്പോൾ ഡ്രോയിങ്സ് ഓഫ് ഗുഡ്സ് ബൈ ദ പ്രൊപ്പറൈറ്റർ ഗിവൺ ഇൻ അഡ്ജസ്റ്റ്മെന്റിൽ ഡ്രോയിങ്സ് ഓഫ് ഗുഡ്സ് തന്നിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതണം. അതേപോലെ തന്നെ ലയബിലിറ്റി സൈഡിൽ ബാലൻസ് ഷീറ്റിൽ ഡിഡക്റ്റഡ് ഫ്രം ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യാം. പിന്നെ അടുത്തത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റിൽ അല്ല തന്നിട്ടുള്ളത്, എവിടെയാണ് തന്നിട്ടുള്ളത്? ട്രയൽ ബാലൻസിനകത്താണ് തന്നിട്ടുള്ളത് വെച്ചാൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡ്രോയിങ്സ് ഗുഡ്സ് ബൈ ദ പ്രൊപ്പറൈറ്റർ എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡ് എഴുതണം, ഡിഡക്റ്റഡ് ഫ്രം പർച്ചേസസ്. ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്ത് എഴുതാം. പിന്നെയോ ക്യാപിറ്റലിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റിൽ അല്ല തന്നിട്ടുള്ളത്, ട്രയൽ ബാലൻസിലാണെങ്കിൽ ക്യാപിറ്റലിൽ നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് അഡ്ജസ്റ്റ്മെന്റ്സ് വരുന്നത്. ഈ അഡ്ജസ്റ്റ്മെന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സുഖമായിട്ട് ചെയ്യാം. ഇനി തിയറി മാത്രം സെപ്പറേറ്റ് പറഞ്ഞുതരാം ഷോർട്ടായിട്ട്. അതെന്താ നമുക്ക് പ്രോബ്ലം ആണ് എക്സാമിന് ചോദിക്കുക, ഫൈനൽ അക്കൗണ്ടിൽ പ്രിപ്പറേഷൻ. സോ തിയറി ചോദിക്കാനുള്ള ചാൻസസ് കുറവാണ്. ഇൻ കേസ് അഡ്ജസ്റ്റ്മെന്റ്സുകൾ പറയാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ടേബിൾ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും നമുക്ക്. 20 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ടേബിൾ എഴുതിയാൽ മതി. എന്താണോ ഓരോ ഐറ്റം എന്ന് വേണമെങ്കിൽ നമുക്കത് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാം.